ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കുകയാണ് വിരാട് കോഹ്ലി. ഇന്ത്യയിലെ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച ബാറ്റ്സ്മാൻമാരിൽ ഒരാൾ വിരാട് കോഹ്ലി, ഇന്ത്യയുടെ മുൻ നായകൻ, ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. അതായത് ഇംഗ്ലണ്ടിനെതിരെയുള്ള ടെസ്റ്റ് പരമ്പരയിൽ വിരാട് കോഹ്ലി നയിക്കണം എന്നുള്ള വാർത്തകൾ വരുന്ന സമയത്ത് തന്നെയാണ് ടെസ്റ്റ് മതിയാക്കിയ കോഹ്ലി മടങ്ങുന്നത്. തൊട്ട് മുമ്പ് തന്നെ രോഹിത് ശർമ്മ ടെസ്റ്റിൽ നിന്ന് വിരമിക്കുന്നതായി പ്രഖ്യാപിച്ചിരുന്നു. അതിന് പിന്നാലെ ഇതാ സമൂഹ മാധ്യമ പോസ്റ്റിലൂടെ വിരാട് കോഹ്ലി വിരമിക്കുന്നു എന്നുള്ള വാർത്ത വരുന്നത്. ഇംഗ്ലണ്ട് പരമ്പരയിൽ ക്യാപ്റ്റനാകാൻ അദ്ദേഹം ഉണ്ടാകില്ല. ജയേഷ് പൂക്കോട്ടൂർ സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ജയേഷ്, വിരമിക്കൽ പ്രഖ്യാപിക്കുകയാണ് വിരാട് കോഹ്ലി. ഉറപ്പായിട്ടും മോഡേൺ ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളായ വിരാട് കോഹ്ലി, ലോകത്തെ ഏറ്റവും അധികം ആരാധകരുള്ള സ്പോർട്സ് താരങ്ങളിൽ ഒരാളായ വിരാട് കോഹ്ലി ഇതാ ടെസ്റ്റിൽ നിന്നും ഇപ്പോൾ വിരമിക്കൽ പ്രഖ്യാപിക്കുന്നു. വലിയ രീതിയിലുള്ള സമ്മർദ്ദങ്ങൾക്ക് ശേഷമാണ് വിരാട് തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നത്. നേരത്തെ BCCI അദ്ദേഹം സമീപിച്ചിരുന്നു. രോഹിത് വിരമിച്ചതിന് തൊട്ട് പിന്നാലെ താനും ടെസ്റ്റിൽ നിന്ന് വിരമിക്കുകയാണെന്ന് അറിയിച്ചുകൊണ്ട്. എന്നാൽ വളരെ പെട്ടെന്നുള്ള രണ്ട് പ്രധാന താരങ്ങളുടെ, പ്രത്യേകിച്ച് ടോപ്പ് ഓർഡർ ബാറ്റർമാരുടെ, വിശ്വസ്തരായ താരങ്ങളുടെ വിരമിക്കൽ വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാക്കുമെന്ന് കണ്ടുകൊണ്ട് വിരാടിനോട് വിരമിക്കരുത് എന്നടക്കമുള്ള അപേക്ഷകൾ BCCI നടത്തിയെങ്കിലും തന്റെ തീരുമാനത്തിൽ വിരാട് കോഹ്ലി ഉറച്ചു നിൽക്കുകയായിരുന്നു. അങ്ങനെയാണ് അല്പസമയം മുമ്പ് അദ്ദേഹം ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ തന്റെ വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 14 വർഷം നീണ്ട ടെസ്റ്റ് കരിയറിന് അവസാനമാകുകയാണെന്നാണ് വിരാട് പറഞ്ഞത്. നമുക്കറിയാം 123 മത്സരങ്ങളാണ് വിരാട് ടെസ്റ്റിൽ കളിച്ചിട്ടുള്ളത്. 9230 റൺസ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. 30 സെഞ്ചുറികൾ ഉൾപ്പെടെയാണ് അദ്ദേഹത്തിന് നേട്ടം എന്നുള്ളതാണ് 50-അടുത്തുള്ളൊരു ആവറേജ് വിരാട് കോഹ്ലിയുടെ പ്രത്യേകത തന്നെയാണ്. പ്രത്യേകിച്ച് ഇനി ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത മാസം ജൂണിൽ ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പര. അതാണ് ജയേഷ്, അതായത് ഇംഗ്ലണ്ടിലേക്ക് പോകുമ്പോൾ രോഹിതുമില്ല, വിരാട് കോഹ്ലിയുമില്ല, മറ്റൊരാൾ പിന്നെ ഒരുപക്ഷെ ശുഭാൻ ഗിൽ, അങ്ങനെ ആരെങ്കിലും ഒരാൾ അത് നയിക്കുമെന്നാണ്. എന്നാൽ ഏറ്റവും ഒടുവിൽ ബംഗ്ലാദേശ്, ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ എന്നീ 3 രാജ്യങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ ടെസ്റ്റ് കരിയർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ 10 ടെസ്റ്റുകളിൽ നിന്നായി 382 റൺസ് മാത്രമാണ് കോഹ്ലി അന്ന് നേടിയത്. മാത്രമല്ല അദ്ദേഹത്തിന്റെ ശരാശരി മുമ്പ് 46.85 ആയിരുന്നെങ്കിൽ കഴിഞ്ഞ ടെസ്റ്റുകളിൽ വരുന്നത് 22.47 സ്വാഭാവികമാണ്. അങ്ങനെ വരുമ്പോൾ ഓസ്ട്രേലിയക്ക് എതിരെ നേടിയിട്ടുള്ള ഒരു സെഞ്ചുറി മാത്രമാണ് നിൽക്കുന്നത്. എന്നാൽ സച്ചിന് ശേഷം ഒരു മാറ്റമുണ്ടാക്കാൻ സാധിക്കുന്ന, സച്ചിന്റെ വേൾഡ് റെക്കോർഡുകൾ തകർക്കുവാൻ വേണ്ടി കഴിയുന്ന ആൾ എന്ന നിലയിലായിരുന്നു നമ്മൾ വിരാട് കോഹ്ലിയെ കണ്ടിരുന്നത്. കോഹ്ലിയുടെ മാറ്റം സ്വാഭാവികമായും സെലക്ടർമാർ ആശങ്കപ്പെടുന്നത് പോലെ കോഹ്ലി ഇല്ലാതെ ഒരു ഇംഗ്ലണ്ട് പര്യടനത്തിലേക്ക് പോകുമ്പോൾ, നേരത്തെ ജയേഷ് പറഞ്ഞ പോലെ ഇംഗ്ലണ്ട് പര്യടനം ജൂണിൽ ആരംഭിക്കുകയാണ്. അപ്പോൾ ഏത് തരത്തിലായിരിക്കും ടീമിനെ ശക്തിപ്പെടുത്തുക, മുതിർന്നവർ ആരൊക്കെ ഉണ്ടാകും, ഇതെല്ലാം തന്നെ സെലക്ടർമാർ വീണ്ടും കോഹ്ലിയോട് ഈ തീരുമാനം പുനഃപരിശോധിക്കണം എന്നുള്ളൊരു റിക്വസ്റ്റ് നൽകാൻ സാധ്യതയില്ലേ? സാധ്യതയുണ്ട്. പക്ഷെ വിരാടിന്റെ തീരുമാനങ്ങൾ നമുക്കറിയാം, അദ്ദേഹം ഉറച്ച തീരുമാനങ്ങൾ എടുക്കുന്നതാണ്. മാത്രമല്ല അദ്ദേഹത്തിന് കൃത്യമായ ബോധ്യത്തിൽ നിന്നാണ് ഈ വിരമിക്കൽ കൃത്യസമയത്ത് തന്നെ ഉണ്ടായത് എന്നുള്ള ശ്രദ്ധേയം. നേരത്തെ മാർഷൽ സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ ഓസ്ട്രേലിയൻ പരമ്പരയിൽ നമുക്കറിയാം വിരാടിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യൻ പിച്ചിലും ഓവർസീസ് പിച്ചിലും ഏറ്റവും മികച്ച പ്രകടനം നടത്തിയ താരമാണ് അദ്ദേഹം. സൗത്ത് ആഫ്രിക്കയിലായിക്കോട്ടെ, ഓസ്ട്രേലിയയിലായിക്കോട്ടെ, ഇംഗ്ലണ്ടിലായിക്കോട്ടെ മികച്ച പ്രകടനങ്ങൾ, മികച്ച റെക്കോർഡുകൾ വിരാടിന്റെ പേരിലുണ്ട്. എന്നാൽ ഇക്കഴിഞ്ഞ ഓസ്ട്രേലിയൻ സീരീസിൽ 23 അദ്ദേഹത്തിന്റെ ശരാശരി എന്ന് പറയുന്നത്. വിരാടിന്റെ കരിയറിൽ പോലും അത്രയും ഡിപ്പായിട്ടൊരു ആവറേജ് ഉണ്ടായിട്ടില്ല എന്നുള്ള ശ്രദ്ധേയമാണ്. അതിലെ 8, അതായത് ആദ്യത്തെ മത്സരത്തിൽ സെഞ്ചുറി അടിച്ചെങ്കിലും പിന്നീട് 7 ഇന്നിംഗ്സിലും വളരെ മോശം പ്രകടനമായിരുന്നു വിരാട് കാഴ്ചവെച്ചത്. തന്റെ കരിയറിലെ തന്നെ ഏറ്റവും മോശം പ്രകടനമായിരുന്നു അവിടെ നടത്തിയത്. അതിൽ തന്നെ എടുത്തു പറയാനുണ്ടായിരുന്ന ഒരു പ്രത്യേക പോയിന്റ് എന്ന് പറയുന്നത് മാർഷൽ, അദ്ദേഹം പുറത്തായ 8-ൽ 7 തവണയും ഒരേ രീതിയിലായിരുന്നു പുറത്തായിട്ടുള്ളത് എന്നുള്ളത്. അതായത് ഔട്ട്സൈഡ് ഓഫ് സ്റ്റംപിന് വെളിയിലേക്ക് വിക്കറ്റ് വന്നു കഴിഞ്ഞാൽ അതിൽ വിരാട് കോഹ്ലി പുറത്താകുമെന്നുള്ള ഒരു ധാരണ നിരാശപ്പെടുത്തുന്ന പ്രകടനമായിരുന്നു അദ്ദേഹത്തിന്റെ കരിയറിലെ അവസാന ഘട്ടത്തിലുണ്ടായത്. അദ്ദേഹം വിരമിക്കുന്നു എന്ന സൂചനകൾ നൽകുമ്പോൾ അതൊരു തമാശയായി മാത്രമാണ് സഹകളിക്കാർ ഉൾപ്പെടെയുള്ളവർ എടുത്തതെന്നാണ്. പിന്നീട് സൗരവ് ഗാംഗുലിയെ മുൻനിർത്തി BCCI ചില ആലോചനകളും ചർച്ചകളും ഒക്കെ നടത്തി അദ്ദേഹത്തെ തീരുമാനത്തിന് പിൻവലിപ്പിക്കാനുള്ള ശ്രമം നടത്തിയെന്ന റിപ്പോർട്ടുകളുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വിരമിക്കൽ തീരുമാനം ഉറപ്പിച്ചുകൊണ്ട് കോഹ്ലി സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്.